ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അല്ലെങ്കിൽ ജുവനൈൽ ബന്ധപ്പെട്ട നിയമത്തെക്കുറിച്ചും അതിൻ്റെ ഡെഫിനെക്കുറിച്ചുമൊക്കെയാണ് നിങ്ങൾ പലരും ടോപ്പിക് എടുത്തിരിക്കുന്നത്. ഈ ടോപ്പിക്കിൽ സെക്ഷൽ ഓഫൻസസ് മാത്രമാണ് വരുന്നത്. എന്തെല്ലാം ഓഫൻസസിലാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്? ഒരു ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിൽ ഒരു ഓഫൻസ് വരുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ഓഫൻസസ് വരാം? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ പ്രോസസ്സിൽ ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സെക്ഷൽ ഓഫൻസ് മാത്രമാണോ ഉണ്ടാവുന്നത്? അല്ല, മറിച്ച് എല്ലാത്തിനും ഓഫൻസ്. ഒരു കുട്ടിയെ ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരു അമ്മ ഒരു കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചാൽ അത് അതിനകത്ത് വരാം. ഒരു അച്ഛൻ ഒരു കുട്ടിയെ അവിടെ നിൽക്കുന്നത് നമുക്ക് ഫീമെയിൽ കൺസെപ്റ്റ് തന്നെ പോകാം. ഫിസിക്കലി ഒരു കുഞ്ഞിനെ ഒരു പരിധി കൂടുതൽ ഒരു മാതാവ് ശിക്ഷിച്ചാൽ ഈ ഓഫൻസിനകത്ത് വരും. കുഞ്ഞിന് ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ അതിനകത്ത് വരും. കുഞ്ഞിന് വേണ്ട സംരക്ഷണം നൽകാതെ അമ്മ ഒരു കുഞ്ഞിനെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒഫൻസിനകത്ത് വരും. അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ ഒഫൻസിനകത്ത് വരും. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു കുറ്റകൃത്യം തടയാനുള്ള സോഴ്സ് ഉണ്ട്, എന്നിട്ട് അതിനകത്ത് തടയാതിരിക്കുകയാണ് അത് ഈ ഒഫൻസിനകത്ത് വരും. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള വേണ്ട നിയമ നടപടികൾ പാലിക്കാതെ സംരക്ഷണ ഹോമുകൾ, ഷെൽട്ടർ ഹോമുകൾ തുടങ്ങിയാൽ അത് ഈ നിയമത്തിനകത്ത് വരും. കിഡ്നാപ്പ് ചെയ്താൽ അത് നിയമത്തിനകത്ത് വരും. അൺഓതറൈസ്ഡ് ആയിട്ട് അഡോപ്ഷൻ പ്രോസസ്സിന് വേണ്ടി കുട്ടികളെ കൊടുത്താൽ ഈ നിയമത്തിനകത്ത് വരും. അപ്പോൾ ഈ പറയുന്ന എല്ലാത്തിനും കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന എന്ത് നടപടികൾ ഒരാൾ ചെയ്താലും അതെല്ലാം ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഒഫൻസ് ആയിട്ട് വരും.